മലപ്പുറം എടവണ്ണയിൽ 5 ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ 2 പേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കരിവാരംകുണ്ടിൽ നിന്നും എടവണ്ണയിലെത്തിയ വാഹനത്തിലെ 5 ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിയത്. റബ്ബർ ഷീറ്റുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരിവാരംകുണ്ടിൽ നിന്നും 5 ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്റ്റോറിൽ നിന്നും റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി വാഹനം എടവണ്ണയിലേക്ക് പുറപ്പെട്ടത്. അഹമ്മദാബാദിലേക്കുള്ള ലോഡായിരുന്നു ഇത്. ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനാൽ കരിവാരംകുണ്ടിൽ നിന്നും കൊണ്ടുവന്ന റബ്ബർ ഷീറ്റ് ഡ്രൈവർമാർ വാഹനം യാത്രാമധ്യേ നിലമ്പൂർ എടവണ്ണ പാതയിൽ പാർക്ക് ചെയ്തു. ഞായറാഴ്ച എടവണ്ണയിലെത്തിയ വാഹനം എടവണ്ണ കല്ലിടുമ്പ് വ്യാപാര ഭവന് എതിർവശത്തായാണ് പാർക്ക് ചെയ്തത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ്, കാസർഗോഡ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ ലോഡ്ജിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് മറ്റൊരു വാഹനമെത്തി മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹനത്തിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ വരുന്ന 5 ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്തത്. തുടർന്ന് സംഘം വാഹനവുമായി കടന്നു പോവുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ എടവണ്ണയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യുന്നതിനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിലെ ജീവനക്കാരനാണ് വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ഉടമകൾ എടവണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത്. ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു 2 പേരുടെ സഹായത്തോടെയാണ് കൃത്യം നടത്തിയത്. CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച റബ്ബർ ഷീറ്റുമായി തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചു പോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് ഈ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പേരെ കൂടി പിടികൂടിയിട്ടുണ്ടെന്നും സ്റ്റേഷൻ SHO E ബാബു പറഞ്ഞു. പിടിയിലായ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലബാർ ടൈംസ്, മലപ്പുറം.